ഹായ് ഓൾ വെൽക്കം ടു എൽ എൻ അക്കാഡമി. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇഫ്ലുവിനെ കുറിച്ചാണ്. അപ്പം കുറച്ച് ആളുകളെങ്കിലും കേട്ടിട്ടുണ്ടാവും. ഇഫ്ലു എന്ന് പറയുന്നത് ദ ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജ് യൂണിവേഴ്സിറ്റിയാണ്, ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണ്. ഹൈദരാബാദിലാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഈ യൂണിവേഴ്സിറ്റിയുടെ പ്രത്യേകത അവർ ഓഫർ ചെയ്യുന്ന കോഴ്സുകളൊക്കെ ലാംഗ്വേജസ് ആണ്. സോ നിങ്ങൾ ലാംഗ്വേജ് ഫാസിനേറ്റഡ് ആയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ടും ഇവിടെ പോകണം, അവിടെ നിന്ന് ഒരു മാസ്റ്റേഴ്സ് എടുക്കണം എന്നുള്ളതാണ്. സോ നിങ്ങൾ ഈ പ്രാവശ്യത്തെ നമ്മുടെ CUET എക്സാമിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുക. ആ ഒരു പ്രൊസീജിയേഴ്സ് എങ്ങനെ എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. സോ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ വരേണ്ടത് ifluuniversity.ac.in എന്ന് പറയുന്ന അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അവരുടെ മെയിൻ ക്യാമ്പസ് ആണ് ആക്ച്വലി ഹൈദരാബാദിൽ വരുന്നത്. റീജിയണൽ ക്യാമ്പസ് ഷിലോങ് ആൻഡ് ലക്നൌവിലാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കാൻ പോവാണ് അല്ലേ. ആപ്ലിക്കേഷൻ കൊടുക്കുന്നതിന് മുൻപായിട്ട് ഇവിടെ അക്കാഡമിക് അപ്ഡേറ്റ്സ് ഉണ്ട്. അവിടെ വന്നു കഴിഞ്ഞാൽ PG നോട്ടിഫിക്കേഷനിൽ വരുമ്പോൾ നോട്ടിഫിക്കേഷനിൽ എന്തൊക്കെയാണ് പറയുന്നത് നോക്കി കഴിഞ്ഞാൽ CUET PG 2026 അപ്പിയർ ചെയ്തിട്ടുള്ള കുട്ടികൾക്കാണ് ആക്ച്വലി എന്ത് ചെയ്യുന്നത്, ഇഫ്ലുവില് അവർ കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അവിടെ പോസ്റ്റ് ഗ്രാജുവേറ്റ്, അതിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി എന്ന് പറയുമ്പം 2 ടൈപ്പ് വരുന്നുണ്ട്. 1 ഇയർ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി വരുന്നുണ്ട്, അതേപോലെ 2 ഇയേഴ്സ് വരുന്നുണ്ട്. അതിൽ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എലിജിബിലിറ്റി ക്രൈറ്റീരിയ മാത്രമാണ് ആക്ച്വലി എന്ത് ചെയ്യുന്നത്, ഡിഫറൻസ് വരുന്നത്. അതല്ലാതെ BEd വരുന്നുണ്ട്, പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ പ്രോഗ്രാംസും എന്ത് ചെയ്യുന്നുണ്ട്, ആ യൂണിവേഴ്സിറ്റി ഓഫർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എഴുതിയിട്ടുള്ള CUET PGയുടെ സ്കോറിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നമുക്ക് എന്ത് ചെയ്യുക, അവിടെ അഡ്മിഷൻ കിട്ടുന്നുണ്ടാവുക. ആൻഡ് ദ ആപ്ലിക്കേഷൻ ഈസ് ലൈവ്. അപ്പം നമുക്ക് ആപ്ലിക്കേഷൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഓൾറെഡി സ്റ്റാർട്ടാണ്. 1/6/2026 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ട സൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത് ഏതൊക്കെ പ്രോഗ്രാംസ് ആണ് അവർ ഓഫർ ചെയ്യുന്നത്, അതേപോലെ CUET PGയുടെ ടെസ്റ്റ് പേപ്പർ കോഡ് ഏത് വെച്ചിട്ട് നമുക്ക് ഏതൊക്കെ പ്രോഗ്രാംസിന് പോകാൻ പറ്റും എന്നുള്ളതാണ്. ഇവിടെ ഇൻടേക്കും കൂടെ പറയുന്നുണ്ട് കേട്ടോ, എത്ര സീറ്റ് അവൈലബിൾ ആണ് എന്നത്. അപ്പം പ്രോഗ്രാംസ് നോക്കുമ്പം MA ഇംഗ്ലീഷ്, ഇപ്പോൾ കെഫ്റ്റേരിയ എന്ന് പറയുമ്പോൾ ദ സ്റ്റുഡൻസ് ക്യാൻ ചൂസ് വിച്ച് സബ്ജക്ട് ദേ വാണ്ട് ടു ഗോ, അല്ലെങ്കിൽ ഏത് കോഴ്സിനാണ് പോകേണ്ടത് എന്ന് അവർക്ക് ചൂസ് ചെയ്യാൻ പറ്റും ആ ഒരു കരിക്കുലത്തിൽ. ആ ഒരു വ്യത്യാസമാണുള്ളത്. MA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ വരുന്നുണ്ട്. അതിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും 2 ഇയേഴ്സ് പ്രോഗ്രാമും 1 ഇയർ പ്രോഗ്രാമും ഉണ്ട് അല്ലെ. അതേപോലെ MA ലിറ്ററേച്ചർ ഇൻ ഇംഗ്ലീഷ് കാണുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ തമ്മിൽ സ്ലൈറ്റ് ഡിഫറൻസ് ആണ് ആക്ച്വലി ഉണ്ടാവുക എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേങ്കിൽ അതൊക്കെ ഹ്യൂജ് ഡിഫറൻസ് ഉള്ള കോഴ്സുകളാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എഴുതിയിരിക്കേണ്ട പേപ്പർ കോഡ്, CUET പേപ്പർ കോഡ് നോക്കുന്ന സമയത്ത് അതൊക്കെ എന്താണ്, സെയിം ആണ് അല്ലേ. അപ്പൊ ഈ ടെസ്റ്റ് പേപ്പർ കോഡ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിലൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുമെന്നുള്ളതാണ് ഇവിടുത്തെ നമ്പർ ഓഫ് സീറ്റ്സ് ഇത് അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇനി 1 ഇയർ ആൻഡ് 2 ഇയർ എന്ന് പറഞ്ഞ ഡിഫറൻസ് കാണുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1 ഇയർ പോസ്റ്റ് ഗ്രാജുവേറ്റ് പ്രോഗ്രാമിന് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, 4 ഇയേഴ്സ് ബാച്ചിലേഴ്സ് കഴിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പം ആ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ നിന്ന് ഏത് കോഴ്സാണ് നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്നത്, അതിന്റെ ഡ്യൂറേഷൻ ഇയർ എത്രയാണ്, അതേപോലെ ടെസ്റ്റ് പേപ്പർ കോഡ് ഏതെടുത്ത് കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് ആ ഒരു പ്രോഗ്രാമിൽ പോകാൻ പറ്റുക, എത്ര സീറ്റ് അവൈലബിൾ ആണ്, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു PDF നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്കറിയാം ഇവിടെ ലാംഗ്വേജസിനാണ് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്. ഇപ്പം ഇംഗ്ലീഷ്, ഹിന്ദി, അറബി, ഫ്രഞ്ച്, ജർമ്മൻ, ഹിസ്പാനിക്, ഇറ്റാലിയൻ, ജാപ്പനീസ്, കൊറിയൻ, പേർഷ്യൻ, റഷ്യൻ, കണ്ടോ, ഇങ്ങനെ ഒരുപാട് ലാംഗ്വേജസ് ഉണ്ട്. സോ അങ്ങനെ ലാംഗ്വേജിൽ പഠിക്കണം എന്നുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും അപ്ലൈ ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് 2 പേപ്പേഴ്സ്, അതായത് 2 പ്രോഗ്രാംസ് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. BEd ഇംഗ്ലീഷ് വരുന്നുണ്ട്, അതേപോലെ ഡിപ്ലോമ കോഴ്സുകൾ ഇവിടെ പറയുന്നുണ്ട്. ഇത്രയാണ് നമ്മുടെ ഹൈദരാബാദ് ക്യാമ്പസിൽ ഉള്ളത്. ഇതല്ലാതെ റീജിയണൽ ക്യാമ്പസിലേക്ക് വരുന്ന സമയത്ത് കുറച്ച് കോഴ്സുകൾ മാത്രമേ അവർ ഓഫർ ചെയ്യുന്നുള്ളൂ. അപ്പം ഇവിടെ പോകണം എന്നുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഷിലോങ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ചൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ലക്നൌവിൽ വരുന്ന സമയത്ത് ഇതേപോലെ കുറച്ച് കോഴ്സുകൾ മാത്രമേ അവിടെ നമുക്ക് കാണാനായിട്ട് പറ്റുള്ളൂ. ഇനി അടുത്തൊരു പോയിന്റിലേക്ക് വരുന്ന സമയത്ത് അവിടെ രജിസ്ട്രേഷൻ ഫീസ് ഉണ്ട്, അത് നോൺ റീഫണ്ടബിൾ ആണ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പം നമ്മുടെ കാറ്റഗറി വൈസ് നോക്കുന്ന സമയത്ത് നമുക്കറിയാം ബാക്കിയുള്ള യൂണിവേഴ്സിറ്റി വെച്ച് നോക്കുന്ന സമയത്ത് കുറച്ച് എക്സ്പെൻസീവ് ആയിട്ട് ഫീൽ ചെയ്യും. ജനറൽ OBC കാറ്റഗറിക്ക് അപ്ലൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ ആപ്ലിക്കേഷൻ ഫീസ് ആണ് 550 രൂപ. SC ST കാറ്റഗറി ആണെങ്കിൽ 275 രൂപയായിരിക്കും. പിന്നെ PWD കാറ്റഗറി ആണെങ്കിൽ 110 രൂപയാണ് ആക്ച്വലി അവിടുത്തെ എമൗണ്ട് വരുന്നത്. ഓക്കെ, അത് നോൺ റീഫണ്ടബിൾ ആണ്. ഇനി നമ്മുടെ ഡേറ്റ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റുകൾ നോക്കുമ്പോൾ
ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 1/6/2026 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് എന്ന് വരെ അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മാസം 22-ാം തീയതി വരെ, 22/6/2026 വരെ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ. ഇനി നോട്ടിഫിക്കേഷൻ ഓഫ് മെറിറ്റ് ലിസ്റ്റ് ഫോർ അഡ്മിഷൻ കൗൺസിലിംഗ് വരുന്നത്, ആദ്യത്തെ നോട്ടിഫിക്കേഷൻ വരുന്നത് 29/6/2026 ആയിരിക്കും. അതേപോലെ ഫസ്റ്റ് റൗണ്ട് ഓഫ് കൗൺസിലിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിന്റെ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ടെൻറ്റേറ്റീവ് ഡേറ്റ് ആണ് പറയുന്നത് 27 മുതൽ 31 വരെ 7/2026 ആണ് എന്ന് പറയുന്നുണ്ട്. ഇനി നമുക്ക് ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അത് ത്രൂ നമുക്ക് എന്ത് ചെയ്യാം, എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്, ആ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ് നോക്കാം. ബിഫോർ ദാറ്റ് നമ്മളോട് സ്പെഷ്യലായിട്ട് അവർ പറയുന്നുണ്ട്, നിങ്ങൾ എന്ത് ചെയ്യണം, പ്രോസ്പെക്ടസ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് വായിക്കാൻ വേണ്ടി പറയുന്നുണ്ട്. ഓക്കെ. അപ്പോൾ അഡ്മിഷൻ പോർട്ടലിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ന്യൂ രജിസ്ട്രേഷൻ കൊടുത്തിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്നതിന് മുൻപായിട്ട് ഇവിടെ PG പ്രോസ്പെക്ടസ് കാണാൻ പറ്റും. അതൊന്ന് നമുക്ക് നോക്കാം. ഓക്കെ. അപ്പോൾ PG പ്രോസ്പെക്ടസ് നോക്കിക്കഴിഞ്ഞാൽ അവർ ഇമ്പോർട്ടൻ്റ് ആയിട്ട് 2 കാര്യമാണ് പറയുന്നത്. അതായത് നിങ്ങളിപ്പോൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ഏത് പ്രോഗ്രാം ആണ് എന്നുള്ളത് സെലക്ട് ചെയ്യണം അല്ലേ. അപ്പോൾ അതേ സമയത്ത് തന്നെ നിങ്ങൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, ഏത് ക്യാമ്പസ് ആണ്, അതായത് ഹൈദരാബാദ് ആണോ, ഷിലോങ് ആണോ, ലക്നൗ ആണോ എന്നുള്ളതും കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം, അപ്ലൈ ചെയ്യണം എന്ന് പറയുന്നുണ്ട്. ഓക്കെ, സെലക്ട് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. പിന്നെ രണ്ടാമതായിട്ടുള്ളത്, നിങ്ങൾക്ക് 2 പ്രോഗ്രാംസ് ആണ് മാക്സിമം അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുക എന്നും പറയുന്നുണ്ട്. ഇനി സ്കൂൾസ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ്സ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ, സ്കൂൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിപ്പാർട്ട്മെന്റ്സിന്റെ ഒരു ക്ലബിനെയാണുള്ള സ്കൂൾ എന്ന് പറയാം. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഓരോ സ്കൂൾസ് ആയിരിക്കും കിട്ടുക, അവിടെ നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് ആണ് വരുന്നത്. ആ രീതിയിൽ പറയുമ്പോൾ സ്കൂൾ ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് എഡ്യൂക്കേഷനിൽ അവിടെ നമുക്ക് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇംഗ്ലീഷിൽ തന്നെ കണ്ടോ, ഇംഗ്ലീഷ് ഉണ്ട്, അതല്ലാതെയും വേറെ ഡിപ്പാർട്ട്മെന്റ്സ് വരുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് നോക്കാം, ഓക്കെ, ഞാൻ പോകുന്ന സ്കൂൾ ഏതാണ് എന്നുള്ളതൊക്കെ ഇവിടെ നിങ്ങൾക്ക് ഡിഫറെന്റ് സ്കൂൾസ് കാണാൻ പറ്റും. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞു ഏതൊക്കെ പ്രോഗ്രാംസ് ഓഫർ ചെയ്യുന്നുണ്ട് എന്നുള്ളതിന്റെ ഒരു ലിസ്റ്റ് ആണിത്. അപ്പം ഇതും നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെയും ഈ ഒരു PDF റീഡ് ചെയ്താലും മതി. ഓക്കെ. ഇനി അത് കഴിഞ്ഞിട്ട് ഇവിടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയയും കൂടെ കൂട്ടിക്കൊണ്ട് പറയുന്ന ഒരു PDF അല്ലെങ്കിൽ ഒരു സെഷൻ ഉണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടെ ഈ ഒരു കോഴ്സുകൾക്കൊക്കെ എന്താണ് അവരുടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്നത്, ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എനി ഡിസിപ്ലിൻ വിത്ത് 55% മാർക്ക് ഫോർ സ്റ്റുഡൻസ് ഹൂ കംസ് അണ്ടർ ജനറൽ OBC കാറ്റഗറി എന്നാണ്. അല്ലെങ്കിൽ 50% മാർക്ക് SC/ST കാറ്റഗറിക്കാർക്ക് ഉണ്ടെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു കോഴ്സുകളൊക്കെ ഇവിടെ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. സോ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു ടെസ്റ്റ് പേപ്പർ കോഡ് വെച്ചിട്ടുള്ള എക്സാം എഴുതിയിരിക്കണം CUET എന്ന് മാത്രമാണ്. സോ ഇനിയിപ്പോൾ ഇവിടേക്കൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും മീഡിയ സ്റ്റഡീസ്, ഹിന്ദി ഉണ്ട്. ഓക്കെ. ഹിന്ദിയിലേക്ക് വരുമ്പോൾ ഇവർ പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഒരു ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ ഹിന്ദി അല്ലെങ്കിൽ എനി ഡിസിപ്ലിൻ വിത്ത് ഹിന്ദി ആസ് വൺ ഓഫ് ദ സബ്ജക്ട് വിത്ത് 50% മാർക്ക് ഫോർ ഈ ഒരു കാറ്റഗറി വൈസിലായിട്ട് സ്റ്റുഡൻസിന്റെ ആ ഒരു ഡിസ്ട്രിബ്യൂഷൻ പറയുന്നുണ്ട്. ഓക്കെ, ഈ രീതിയിലൊക്കെ വരുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഇവിടുന്ന് എലിജിബിൾ ആണോ എന്നും കൂടെ ചെക്ക് ചെയ്യാനായിട്ടുള്ള ഒരു അവസരമാണ് ഉള്ളത്. ഇനി ഇത് കഴിഞ്ഞിട്ട് നോക്കുന്ന സമയത്ത് ഓക്കെ, ഒരുപാടുണ്ട്. കഴിയുമ്പോൾ നമ്മൾ അഡ്മിഷൻ പ്രോസസ്സിലേക്കാണ് പോകുന്നത്. ഫുൾ ടൈം ആയിട്ടില്ല, പാർട്ട് ടൈം അല്ല, ഫുൾ ടൈം ആയിട്ടുള്ള പ്രോഗ്രാംസ് ആണ് അവർ കൊടുക്കുന്നത്. അതേപോലെ നിങ്ങൾക്ക് ഇപ്പോൾ ഈ വർഷം നിങ്ങൾ ബാച്ചിലേഴ്സ് കഴിയുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിസൾട്ട് അവൈറ്റഡ് എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ അപ്ലൈ ചെയ്യാനും അതേപോലെ നിങ്ങൾ അവിടെ റിപ്പോർട്ട് ചെയ്യാൻ പറയുമല്ലോ, ഫിസിക്കലി റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഡോക്യുമെന്റ്സ് അവിടെ എന്ത് ചെയ്യേണ്ടതുണ്ട്, പ്രൊഡ്യൂസ് ചെയ്യേണ്ടതുണ്ട് എന്ന കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ ജസ്റ്റ് വായിച്ചു വിടാം. പിന്നെ റിസർവേഷനെ കുറിച്ച് പറയുന്നുണ്ട്. റിസർവേഷൻ എന്ന് പറയുമ്പോൾ SC/ST കാറ്റഗറിക്ക് ടോട്ടലായിട്ട് 22.5% സീറ്റാണ് വരുന്നത്. അതേപോലെ OBC കാറ്റഗറി ആണെങ്കിൽ 27% വരുന്നുണ്ട്. പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ആണെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, പിന്നെ 5% വരുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഓക്കെ. സോ നിങ്ങൾക്ക് ഇതൊക്കെ എടുത്തിട്ടൊന്ന് ജസ്റ്റ് റീഡ് ചെയ്യാൻ പറ്റും. പിന്നെ അത് കഴിഞ്ഞിട്ട് അവരുടെ ഡിസിപ്ലിൻ, അതേപോലെ അവരുടെ ക്യാമ്പസിൽ എത്രത്തോളം ഹോസ്റ്റൽ സൗകര്യങ്ങളുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടുന്ന് വായിച്ചെടുക്കാൻ പറ്റും. സ്കോളർഷിപ്പിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇനി നമ്മൾക്ക് ആവശ്യമുള്ള കാര്യം എന്ന് പറയുന്നത് എത്രയാണ് നമുക്ക് ഫീസ് അവിടെ വരുന്നത് എന്ന് നോക്കലാണ് അല്ലെ. ഓക്കെ, അതിവിടെ കൊടുത്തിട്ടുണ്ട്. 2 years MA പ്രോഗ്രാമിന്റെ കേസിൽ വരുന്ന സമയത്ത് OBC ജനറൽ കാറ്റഗറിക്ക് ഫസ്റ്റ് സെമസ്റ്ററിൽ ഈ ഒരു എമൗണ്ട് ആണ് വരുന്നത്. ഓക്കെ. അപ്പം സെക്കൻഡ് സെമസ്റ്ററും അതേപോലെ ഫോർത്ത് സെമസ്റ്ററിലും നമുക്ക് ഈ ഒരു എമൗണ്ട് വരും. തേർഡ് സെമസ്റ്ററിൽ ഇത്രയാണ് വരുന്നത്. എന്നാൽ എന്തുണ്ട്, SC/ST കാറ്റഗറി വരുന്ന സമയത്ത് അതിൽ കുറച്ച് വ്യത്യാസം വരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ആൻഡ് ഓൾസോ നമുക്ക് കുറെ സ്കോളർഷിപ്പുകളെ കുറിച്ച് അവരെന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിലാണ് ആക്ച്വലി എന്ത് വരുന്നത്, നമ്മുടെ ഫീസ് വരുന്നത്. അപ്പം നമുക്ക് അഫോർഡബിൾ ആയിട്ടൊരു ഫീസാണ്. പക്ഷെ അഡ്മിഷൻ ഫീ മാത്രമാണ് കുറച്ച്, അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ഫീ മാത്രമാണ് കുറച്ച് കൂടുതലായിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത്. ഓക്കെ. അപ്പൊ ഈ രീതിയിൽ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇതല്ലാതെയും ഓരോ BEd എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാ BEdന്റെ എമൗണ്ട് ആണ് അവർ പറയുന്നത്. ഈ ഒരു എമൗണ്ട് ആയിരിക്കും കാറ്റഗറി വൈസ് വരുന്ന സമയത്ത് വരുന്നത് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അതൊക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം.
ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് റീഫണ്ടിന്റെ ഫീസിനെ കുറിച്ച് പറയുന്നുണ്ട്. റീഫണ്ട് പോളിസി ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പം എങ്ങനെയാണ് ആപ്ലിക്കേഷൻ കൊടുക്കുന്നത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ന്യൂ രജിസ്ട്രേഷൻ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ന്യൂ രജിസ്ട്രേഷൻ കൊടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടതുണ്ട്? നമ്മുടെ CUET PGയിൽ നിങ്ങൾ കൊടുത്തിട്ടുള്ള നമ്പർ, ആപ്ലിക്കേഷൻ നമ്പർ എടുക്കുക, അതിവിടെ ഫില്ല് ചെയ്യുക. പിന്നെ നിങ്ങളുടെ റോൾ നമ്പർ കൊടുക്കുക. പിന്നെ ആപ്ലിക്കൻറ്റ് ഫുൾ നെയിം, നിങ്ങളുടെ ഫുൾ നെയിം എന്താണോ നിങ്ങൾ CUETയിൽ കൊടുത്തിട്ടുള്ളത് ആ നമ്പർ തന്നെ, ഐ മീൻ ആ പേര് തന്നെ കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത്, ആപ്ലിക്കൻറ്റ് ഇമെയിൽ അഡ്രസ്സ്, അതേപോലെ നിങ്ങളുടെ മൊബൈൽ നമ്പർ, ഇത് കൊടുത്ത് നിങ്ങളുടെ കൺസെന്റ് കൊടുത്ത് ക്യാപ്ച അടിച്ച് കഴിഞ്ഞ് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ആൻഡ് ആഫ്റ്റർ ദാറ്റ് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാം. ഓക്കെ, ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പോകുന്നത് സമർത്ഥ് പോർട്ടലിലേക്കാണ്. അപ്പം സമർത്ഥ് പോർട്ടൽ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ യൂണിവേഴ്സിറ്റിക്കും സിമിലർ ആണ്. ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ചിലപ്പോൾ സ്ലൈറ്റ്ലി ഒരു ഡിഫറൻസ് ഉണ്ടാകും, ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പം നമുക്ക് ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സമർത്ഥ് പോർട്ടലിൽ നിങ്ങളോട് എന്ത് ചെയ്യുന്നുണ്ട്? അവർ ഏത് പ്രോഗ്രാം ആണ് വേണ്ടത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പ്രോഗ്രാം ലെവൽ എന്ന് പറയുന്നത് അവിടെ നിങ്ങൾക്ക് മാസ്റ്റേഴ്സ് എന്ന് കൊടുക്കാം. പ്രോഗ്രാം നിങ്ങൾക്ക് ഇപ്പം ഇംഗ്ലീഷ് ആണ് പോകേണ്ടതെങ്കിൽ MA ഇംഗ്ലീഷ് എന്ന് ചൂസ് ചെയ്യാൻ പറ്റും. പിന്നെ സ്റ്റഡി സെന്റർ ഏതാണോ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ അത് കൊടുക്കാം. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് പിന്നെ അത് എന്ത് ചെയ്യുന്നുണ്ട്? അടുത്തതായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ ഡീറ്റെയിൽസ് കൊടുക്കുക എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള ഡീറ്റെയിൽസ് ആണ്. സോ അവിടെ നിങ്ങൾ എന്താണോ CUET PGക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത് അല്ലെങ്കിൽ അതിലുള്ളത് അത് തന്നെ കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അവിടെ നിങ്ങളുടെ പേര് മാറ്റാൻ കഴിയില്ല, ഡേറ്റ് ഓഫ് ബർത്ത്, അതേപോലെ ഇങ്ങനെ കുറച്ച് സാധനങ്ങൾ ഓൾറെഡി അവിടെ വരും. അപ്പോൾ നിങ്ങളുടെ പേര് കറക്റ്റ് കൊടുക്കുക, ഡേറ്റ് ഓഫ് ബർത്ത്, ബ്ലഡ് ഗ്രൂപ്പ്, നാഷണാലിറ്റി, അതൊക്കെ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. അതേപോലെ ഇമെയിൽ, മൊബൈൽ നമ്പർ, അച്ഛൻ്റെ പേര്, അമ്മയുടെ പേര്, ഇങ്ങനത്തെ ബേസിക് ആയിട്ടുള്ള സാധനങ്ങളിലൊക്കെ നമുക്ക് ചേഞ്ച് വരാൻ പറ്റില്ല. സോ നിങ്ങൾ അത് കറക്റ്റ് ചെക്ക് ചെയ്തിട്ട് തന്നെ കൊടുക്കുക കേട്ടോ. അപ്പം ഇങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യുക. ഫില്ല് ചെയ്തിട്ട് അവർ ചോദിക്കുന്നുണ്ടാകും. ഇത് യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദിൻ്റെതാണ്. അപ്പം നിങ്ങളോട് ഇവിടെ ചോദിക്കുന്നത്, ഇവിടെ ഒരു പക്ഷേ ചോദിക്കാം ഇവിടെ നിങ്ങൾ ഇഫ്ലൂയിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. ഇനി അത് കഴിഞ്ഞിട്ട് അവർ ചോദിക്കുന്നത് നിങ്ങളുടെ പാരൻസിന്റെ ഡീറ്റെയിൽസ് ആണ്. അതായത് നിങ്ങളുടെ ഫാമിലി ഡീറ്റെയിൽസ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ അമ്മയുടെ അച്ഛൻ്റെ പേര്, അവരുടെ ക്വാളിഫിക്കേഷൻ, ഒക്യുപ്പേഷൻ, അവരുടെ മൊബൈൽ നമ്പർ ഒക്കെ ചോദിക്കുന്നുണ്ട്. സോ നിങ്ങൾക്ക് അത് കൊടുക്കാവുന്നതാണ്. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ എമർജൻസി കോൺടാക്ട് നമ്പർ കൊടുക്കാം. പിന്നെ നിങ്ങളുടെ ഫാമിലി ഇൻകം ആണ്. ഇൻകം കൊടുക്കുന്ന സമയത്ത് കാറ്റഗറി വൈസ്, അതായത് ഇപ്പോൾ OBC കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ OBC NCL വെക്കുന്ന സമയത്ത് മോർ ദാൻ 8 lakh എന്ന് പറയുമ്പം അത് അക്സെപ്റ്റ് ചെയ്യാറില്ല. സോ നിങ്ങൾ കറക്റ്റ് എത്രയാണ് നിങ്ങളുടെ ഇൻകം എന്ന് നോക്കിയിട്ട് അങ്ങനെ വെക്കേണ്ടതുണ്ട്. പിന്നെ ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കുമ്പം നിങ്ങൾ ഓർക്കുക, നിങ്ങൾ ഇൻ കേസ് ഈ ഒരു കോഴ്സ് വിത്ഡ്രോ ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ക്യാൻസൽ ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഒരു എമൗണ്ട് റീഫണ്ട് വരും. ആ എമൗണ്ട് എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന ഈ ഒരു നമ്പറിലേക്ക്, അക്കൗണ്ടിലേക്കായിരിക്കും വരിക. സോ കറക്റ്റ് ആയിട്ട് അക്കൗണ്ട് ഹോൾഡർ പേര്, നമ്പർ, ഇങ്ങനെ കാര്യങ്ങളൊക്കെ കറക്റ്റ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മളോട് കാറ്റഗറി ചോദിക്കുന്നുണ്ട്, അല്ലെങ്കിൽ കോട്ട ചോദിക്കുന്നുണ്ട്. ഇപ്പം NCC, അതേപോലെ നിങ്ങൾ ഏതെങ്കിലും കാറ്റഗറി ആണോ എന്ന് ചോദിക്കുന്നത്. NCC അതേപോലെ NSS വരുന്നുണ്ട്. ഇതല്ലാതെ നിങ്ങളോട് PWD അല്ലെങ്കിൽ കാശ്മീരി മൈഗ്രൻ്റ് ആവില്ല. പിന്നെ ഏതെങ്കിലും ചൈൽഡ് ഓർ വിഡോസ് ഓഫ് ആംഡ് ഫോഴ്സ്ഡ് പേഴ്സണൽസ് ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. സിംഗിൾ ഗേൾ ചൈൽഡ് ആണോ എന്നും അവർ ചോദിക്കുന്നുണ്ട്. ഓക്കെ, അതിന് ശേഷം നിങ്ങൾ കൊടുക്കേണ്ടത് അക്കാഡമിക് ഡീറ്റെയിൽസ് ആണ് കേട്ടോ. അക്കാഡമിക് ഡീറ്റെയിൽസ് എന്ന് പറയുമ്പോൾ നിങ്ങളോട് ചോദിക്കും നിങ്ങളുടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഇത് തന്നെ അല്ലേ, 50% ഓഫ് മാർക്ക് ഇൻ ബാച്ചിലേഴ്സ് ഒക്കെ ഇല്ലേ എന്ന് അവർ കൺഫേം ചെയ്യാൻ വേണ്ടി ചോദിക്കുന്നുണ്ട്. അത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ 10th മുതൽ നിങ്ങളുടെ ഗ്രാജുവേഷൻ വരെയുള്ള ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടത്. അവിടെ നിങ്ങൾ ഏത് ഇയറിലാണ് പാസ്സായിട്ടുള്ളത്, അതേപോലെ നിങ്ങൾക്ക് എത്ര പെർസെൻറ്റേജ് മാർക്ക് ഉണ്ടായിരുന്നു, ഡിവിഷൻ ചോദിക്കുന്നുണ്ട്, ഫസ്റ്റ് ക്ലാസ് ആണോ ഡിസ്റ്റിങ്ഷൻ ആണോ എന്നുള്ളത് ചോദിക്കും. പിന്നെ നിങ്ങളുടെ ഏത് സ്കൂൾ അല്ലെങ്കിൽ ഏത് കോളേജിലായിരുന്നു പഠിച്ചത് എന്നുള്ളത് ചോദിക്കുന്നുണ്ട്. പിന്നെ ബോർഡ് യൂണിവേഴ്സിറ്റി ഏതാണെന്ന് ചോദിക്കും. പിന്നെ നിങ്ങളുടെ സബ്ജക്ട് കോമ്പിനേഷൻ ഏതാണ്, പിന്നെ രജിസ്ട്രേഷൻ നമ്പർ, ഇതൊക്കെ നിങ്ങൾ ഫില്ല് ചെയ്ത് കൊടുക്കുക കേട്ടോ. തെറ്റാതെ തന്നെ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി +2ന്റെ കേസിലേക്ക് വരുമ്പോഴും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് അവർ ചോദിക്കുന്നത്. ഇതൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കുക. പിന്നെ അതിനുശേഷം +2ൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? നിങ്ങളുടെ ഓരോ സബ്ജക്ട്സും അതേപോലെ അതിന്റെ മാർക്ക് എത്ര കിട്ടിയിട്ടുണ്ട് എന്ന് അവർ സ്പെസിഫിക് ആയിട്ട് ചോദിക്കുന്നുണ്ട്. അതും ഫില്ല് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളോട് നിങ്ങളുടെ ഗ്രാജുവേഷനെ കുറിച്ചാണ് ചോദിക്കുക. ഓക്കെ, അപ്പം നിങ്ങൾക്ക് അവിടെ അപ്പിയർഡ് ആണെങ്കിൽ അപ്പിയർഡ് എന്ന് കൊടുക്കാം. അപ്പിയർഡ് ഓർ അപ്പിയറിംഗ് ആണ്. അപ്പോൾ 2026 ആയിരിക്കും നിങ്ങളുടെ ഫൈനൽ ഇയർ നടന്നിട്ടുള്ള വർഷം എന്ന് പറയുന്നത്. ഓക്കെ, ഇത് നിങ്ങളുടെ സബ്ജക്റ്റ് ഏതാണ്, ഏതൊക്കെ സബ്ജക്ട്സിലാണ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് ഗ്രാജുവേഷന് എന്നുള്ളത് കൊടുക്കുക. പിന്നെ നിങ്ങൾ ഹോണേഴ്സ് ഉണ്ടായിരുന്നോ എന്നുള്ളതൊക്കെ ചോദിക്കും. സോ അതൊക്കെ കറക്റ്റ് ഹോണേഴ്സ്, അതായത് നിങ്ങൾക്ക് അറിയാലോ 4 years വരുമ്പോഴാണ് ഹോണേഴ്സ് വരിക. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ യെസ് കൊടുക്കാം, അല്ലെങ്കിൽ നോ കൊടുക്കാവുന്നതാണ്.
അതല്ലാതെ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഏത് യൂണിവേഴ്സിറ്റി ആയിരുന്നു, അതേപോലെ അങ്ങനത്തെ കാര്യങ്ങളാണ് നിങ്ങൾ ഇവിടെ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത്. ഓക്കെ, അങ്ങനെ ഫില്ല് ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് വരുന്നത് ഒരു പ്രിവ്യൂ പോലെ ഒരു സംഭവമാണ്. അതിൽ നിങ്ങൾ നോക്കുക, ഓക്കെ ഞാൻ കൊടുത്ത ഡീറ്റെയിൽസ് ഒക്കെ കറക്റ്റ് ആണോ എന്നുള്ളത്. അങ്ങനെ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അടുത്തതായിട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ കൊടുക്കുന്ന ഫോട്ടോസ്, അതായത് നിങ്ങളുടെ ഫോട്ടോ, സിഗ്നേച്ചർ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് JPG അതേപോലെ JPEG ഫോർമാറ്റിലൊക്കെ കൊടുക്കാൻ പറ്റും. ഇനി സർട്ടിഫിക്കറ്റ് ആയിട്ടുള്ള കാറ്റഗറി സർട്ടിഫിക്കറ്റ്, അതേപോലെ നിങ്ങളുടെ മാർക്ക് ഷീറ്റുകൾ, അങ്ങനത്തെ ഡോക്യുമെന്റ്സുകളൊക്കെ കൊടുക്കേണ്ടതുണ്ട്. അപ്പം അതൊക്കെ കൊടുക്കേണ്ട ഫോർമാറ്റ് ഏതാണ് എന്നുള്ളത് ഉറപ്പ് വരുത്തുക. പിന്നെ അവർ പറയുന്നുണ്ട് നിങ്ങൾ 10 KB to 500 KB ലിമിറ്റിലുള്ളതായിരിക്കണം തരേണ്ടത് എന്നുള്ളത്. സോ അതിൻ്റെ ഉള്ളിലുള്ള ഒരു ഫയൽ സൈസ് വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ഇതേപോലെ ചൂസ് ചെയ്തിട്ട് അതായത് സ്ഥലങ്ങളിൽ ആ ഒരു നിങ്ങളുടെ ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യാനുള്ളതാണ്. അപ്ലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് പേയ്മെന്റിലേക്കാണ് പോവുക. ഓക്കെ, അപ്പോൾ പേയ്മെന്റ് നിങ്ങൾക്ക് കൊടുക്കാം. പേയ്മെന്റ് കൊടുക്കാൻ വേണ്ടി പോകുന്നതിന് മുൻപായിട്ട് നിങ്ങളോട് ഡിക്ലറേഷൻ ചോദിക്കുന്നുണ്ട്. ഡിക്ലറേഷന് വേണ്ടി ഞാൻ അപ്ലൈ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഫില്ല് ചെയ്തിട്ടുള്ള സാധനങ്ങളൊക്കെ കറക്റ്റ് അല്ലേ ഒന്നും കൂടെ ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യാം, ഇവിടെ ഡിക്ലറേഷൻ കൺഫേം ചെയ്യുക. കൺഫർമേഷൻ ഈ രീതിയിലാണ് ബോക്സ് വരും, ബോക്സിൽ ടിക്ക് ചെയ്യുക. ഓക്കെ, അങ്ങനെ ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്തു, ഇനി ട്രാൻസാക്ഷനിലേക്കാണ് പോവുക. അങ്ങനെ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. അതിനുശേഷം അതായത് ഇപ്പൊ ഞാൻ പറഞ്ഞിട്ടുള്ള ആ ഒരു സ്ലൈഡിന്റെ ഓർഡർ ചിലപ്പോൾ യൂണിവേഴ്സിറ്റിക്ക് അനുസരിച്ച് ചേഞ്ചസ് ഉണ്ടാകും, എങ്കിലും ഇതാണ് ബേസിക് ആയിട്ട് ചോദിക്കുന്നത്. അപ്പം ഇതിലൊരു ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ട്. ഇഫ്ലുൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എന്ന് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. സോ അത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, നമ്മുടെ കമന്റ് സെക്ഷനിൽ ചോദിക്കുക. ഓക്കെ, അത്രേ ഉള്ളൂ. താങ്ക് യു, താങ്ക്സ് ഫോർ